പുരൂരവസ് ശാപം നീങ്ങുന്നതിനു വേണ്ടി ബദരികാശ്രമത്തിൽ പോയി വിഷ്ണുവിനെ തപസ്സു ചെയ്തു. വിരഹാതുരയായ ഉർവശി ചിത്രത്തിൽ എഴുതപ്പെട്ടവളെന്ന പോലെ ഗന്ധർവന്മാരുടെ കീഴിൽ നിർവികാരയായിരുന്നു. പുരൂരവസിന്റെ തപോനിഷ്ഠയിൽ ഭഗവാൻ പ്രസാദിച്ചു. ഗന്ധർവന്മാർ അവളെ രാജാവിനു തന്നെ കാഴ്ചവെച്ചു. തന്നിമിത്തമാണ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും രാജാവിന് ഉർവശി സമാഗമം ഉണ്ടാകുവാൻ കഴിഞ്ഞത്. കുരുക്ഷേത്രത്തിൽ വെച്ച് ഉർവശി വേർപിരിയാൻ തുടങ്ങിയപ്പോൾ രാജാവിന് വലിയ കുണ്ഠിതമുണ്ടായി. അതുകൊണ്ട് ഉർവശി പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങേക്ക് എന്നോട് ഒന്നിച്ചു തന്നെ വസിക്കണമെങ്കിൽ അങ്ങ് ഗന്ധർവന്മാരെ ഭജിക്കുക. അവർ സന്തുഷ്ടരായി എന്നെ അങ്ങേക്ക് തിരികെ തരും. സങ്കടപ്പെടാതിരിക്കുക. ഞാനിപ്പോൾ ഗർഭിണിയാണ്. അങ്ങ് 1 വർഷം തികയുമ്പോൾ ഈ സ്ഥലത്തു വരണം. അന്ന് ഒരു രാത്രി നമുക്കൊന്നിച്ച് കഴിഞ്ഞുകൂടാം. അന്നും നമുക്കൊരു പുത്രൻ ജനിക്കും. ഇതുകേട്ട് രാജാവ് സന്തുഷ്ടനായി തിരികെ പോന്നു. 1 വർഷം തികഞ്ഞപ്പോൾ രാജാവ് വീണ്ടും കുരുക്ഷേത്രത്തിൽ ചെന്ന് ഒരു രാത്രി ഉർവശിയോടുകൂടി രമിച്ചു. ഉർവശി തദവസരത്തിൽ സുന്ദരനായ ഒരു പുത്രനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് മറഞ്ഞു. രാജാവ് അവിടെയിരുന്ന് ഗന്ധർവന്മാരെ സ്തുതിച്ചു. ഗന്ധർവന്മാർ രാജാവിന് ഒരു അഗ്നിസ്ഥാലി പ്രദാനം ചെയ്തു. ചിത്തവിഭ്രാന്തി മൂലം ഉർവശി എന്നോർത്ത് അഗ്നിസ്ഥാലിയും എടുത്ത് രാജാവ് കാട്ടിൽ കൂടി നടന്നു. ഒടുവിൽ അഗ്നിസ്ഥാലി കാട്ടിൽ വെച്ച ശേഷം രാജാവ് കൊട്ടാരത്തിലേക്ക് പോന്നു. അന്ന് ത്രേതായുഗം ആരംഭിക്കുകയും പുരൂരവസിന്റെ മനസ്സിൽ വേദങ്ങൾ 3ആയി തോന്നുകയും ചെയ്തു. രാജാവ് വീണ്ടും വനത്തിൽ ചെന്ന് അഗ്നിസ്ഥാലി എടുത്തു. അതിനുശേഷം രാജാവ് അരയാൽ കൊണ്ട് 2 അരമണിക്കോൽ നിർമ്മിക്കുകയും അവയുടെ മധ്യേ സ്വശരീരം വെച്ച് അഗ്നിയുണ്ടാക്കുകയും ചെയ്തു. ആ അഗ്നിക്ക് ജാതവേദസ് എന്ന് പേര് പറയുന്നു. ജാതവേദസ് അങ്ങനെ പുരൂരവസന്റെ പുത്രനായി തീർന്നു. ജാതവേദസിൽ നിന്നും പുരൂരവസ് 3 അഗ്നികൾ ജനിപ്പിച്ചു. അവരിൽ ഒന്നാമത്തേതിന് പ്രണവം എന്നും, രണ്ടാമത്തേതിന് നാരായണൻ എന്നും, മൂന്നാമത്തേതിന് അഗ്നിവർണ്ണൻ എന്നും പേരുകൾ പറയപ്പെടുന്നു. പുരൂരവസന് ഉർവശിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ച 6 പുത്രന്മാർ ആയുസ്, ശ്രുതായുസ്, സത്യായുസ്, രയൻ, വിജയൻ, ജയൻ എന്നിവരാകുന്നു.